നമസ്കാരം. ജീവിതത്തിൽ വസന്തം വന്നണിയുന്ന കാലമാണ് വിഷു. കണിക്കൊന്നയുടെ മനോഹാരിത കൊണ്ട് മണ്ണും വിണ്ണും മഞ്ഞപ്പട്ടണിയുന്ന കാലം. കിളികളും ശലഭങ്ങളുമൊക്കെ സർഗോന്മാദത്തിൽ മുഴുകുന്ന നാളുകൾ. ഈ വിഷുക്കാലത്ത്, ഈ വിഷുനാളിൽ കലകളുടെയും സംഗീതത്തിൻ്റെയും കളിച്ചിരികളുടെയും ഒക്കെ സർഗവേദിയായ സ്കൈലൈൻ ബിൽഡേഴ്സ് മണിമേളത്തിൻ്റെ ഈ വിഷു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഒരു വിഷു കിളിയുടെ ശബ്ദത്തോടു കൂടി തന്നെ നമുക്ക് ആരംഭിക്കാം അല്ലേ? അങ്ങനെയാണ് വിഷു ആരംഭിക്കുന്നത് തന്നെ. അതെ. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേക എപ്പിസോഡാണ് നമ്മൾ ഇവിടെ തുടങ്ങാൻ പോകുന്നത് തന്നെ. ആദ്യം തന്നെ മനുഷ്യരുടെ പ്രേക്ഷകർക്ക്, കൈരളി TV പ്രേക്ഷകർക്ക്, ഞങ്ങളുടെ ഹോൾ ക്രൂവിന്, കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും മനുഷ്യരുടെ വിഷു ആശംസകൾ നേരാം. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും കവിതയുടെയും പിന്നെ അതുകൂടാതെ കണ്ട് കൈരളി ചാനലിൻ്റെയും വിഷു ആശംസകൾ. കാരണം വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തൊക്കെ വിഷു ഇരിക്കും, വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും വിഷു ആയിരിക്കും. അതുകൊണ്ടാണ് വിഷു എന്ന് പറയുന്നത്. കാരണം എനിക്ക് എൻ്റെ ഓർമ്മ ഓടിയെത്തുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് വിഷു ആഘോഷിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. അന്ന് അവിടെ ഞാൻ ആ വീട്ടിൽ ചെന്നുണ്ടായി. പണ്ടുണ്ടായ കാര്യമാണ്. അവിടെ ചെന്നു, ആഘോഷങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അവിടെ സലാഡ് ഉണ്ടാക്കി. നമ്മൾ ഈ തൈരും സവോള കരിഞ്ഞ് കച്ചമ്പർ, അതെ. അപ്പോൾ അതുണ്ടാക്കിയപ്പോൾ അതിനകത്ത് ആരും അറിയാതെ ഒരാൾ കൊണ്ട് അതിനകത്ത് മദ്യം ഒഴിച്ചിട്ട് പോയി. ഒരു കുപ്പി മദ്യം ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചിട്ട് പോയി. അങ്ങനെ അവരെല്ലാവരും അതെടുത്ത് കഴിച്ചു. വീട്ടിലെല്ലാവരും, അവിടുത്തെ ചേച്ചിമാരും അവിടുത്തെ അമ്മയും എല്ലാവരും എടുത്ത് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ മൂത്ത അളിയനോട് ചോദിച്ചു, നാളെ കറിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആൾ പറയാ, സലാഡ് മതി. അതിൻ്റെ ഉച്ചയ്ക്കോ സലാഡ് മതി, വൈകുന്നേരം സലാഡ് മതി. അപ്പോൾ ആ വീട്ടിലെ അമ്മ ഈ സലാഡ് കഴിച്ചിട്ട് ചെമ്മീനിൽ ശീല കിടക്കണ പോലെ കിടക്കുക വീടിൻ്റെ കതകൻ്റെ സൈഡിൽ. കാരണം ഈ സലാഡ് അങ്ങോട്ട് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് മിക്സ് ചെയ്താണ്. അങ്ങനെ ഒരു വിഷു ഒരു ഓർമ്മ എനിക്ക് ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇട്ടിരിക്കുന്ന വസ്ത്രവും ആ തനിമ നമ്മൾ ഇതിലൂടെ കാണിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ നാടിനെ മറന്നില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ എന്താ പറയുക, നിക്കണൊക്കെ നോക്കിയാൽ എന്ത് സൗന്ദര്യത്തോട് കൂടിയിട്ടാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വിഷു ആശംസകൾ. എപ്പിസോഡ് ആരംഭിക്കാം. അതിനു മുമ്പായിട്ട് കുറേ ആളുകളെ വേദിയിലേക്ക് ചെയ്തോട്ടെ. നമ്മുടെ തേജേട്ടൻ ഈ എപ്പിസോഡ് മുഴുവനും നിങ്ങൾക്ക് മ്യൂസിക്കൽ സപ്പോർട്ട് തരേണ്ട ആളാണ്. ലെറ്റ്സ് വെൽക്കം തേജേട്ടൻ ആൻഡ് ടീം. കവിത, എന്തോ ഇന്ന് നമ്മുടെ വിഷു ആണ്. അതെ. അപ്പോൾ നമുക്ക് ഇവരെ കൊണ്ട് വിഷുവിന് പറ്റിയ പാട്ട് ഏതാണെന്നറിയാം? ഏറ്റവും യോജിക്കുന്ന ഒരു ഗാനം ഇവരെല്ലാവരും നമുക്ക് വേണ്ടി പാടുന്നതായിരിക്കും. എനിക്ക് ഇവിടുത്തെ ആളുകളോട് പറയാനുള്ളത്, നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, വിഷുവൊക്കെ ആകുമ്പോൾ നമ്മൾ പടക്കം പൊട്ടിക്കും, അതൊക്കെ സൂക്ഷിക്കണം. കാരണം ഒത്തിരി അപകടങ്ങളുള്ള സമയമാണ്. അതുകൊണ്ട് പടക്കം പൊട്ടിക്കുമ്പോൾ സൂക്ഷിക്കുക, ധൈര്യത്തോടുകൂടി പൊട്ടിക്കണം. ീണേ
ചേട്ടാ, ഓ ഇന്ന് വിഷു സ്പെഷ്യൽ എപ്പിസോഡാണ്. അതെ. അപ്പം ഇന്ന് ഇവരെല്ലാവരും നോക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഇന്ന് കോമ്പറ്റീഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. 3 ടീമുകളെ നമ്മൾ അവിടെ കസേരകളിൽ ഇരുത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെ മുമ്പിൽ ടീംസിന്റെ പേരൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് അവർക്ക് ഒരു അവധി കൊടുക്കുന്ന ദിവസമായിരിക്കും അല്ലേ? ഇന്ന് കോമ്പറ്റീഷൻ ഇല്ല. ഇന്ന് സ്കൂൾ അവധി. ഇന്ന് അവധിയാണ്. പക്ഷേ കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. വാർഷികമാണോ? ഓക്കെ, കലാപരിപാടികളുണ്ട്. അതെ അതെ. നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കും. അതിനൊന്നും മാർക്കിടില്ല, കാർഡും കാണില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം. റെഡി? ഓക്കെ, എല്ലാവരും ഒരുമിച്ചൊന്ന് ഹാപ്പി വിഷു എന്ന് പറഞ്ഞാൽ. ഓക്കെ, വെരി ഗുഡ്.